നമ്മുടെ ബ്രെയിൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം തികഞ്ഞ ഒരു സമയത്തിനായി കാത്തിരിക്കുന്നവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങളുടെ ഇന്നലത്തെ തീരുമാനങ്ങളുടെ ഫലമാണ്. റിസ്ക് ഉള്ള ഏരിയയിലാണ് ഏറ്റവും വലിയ ഭാഗ്യശാലികൾ എത്തിപ്പെടുക. അവരുടെ ഇടമാണത്. മനുഷ്യൻ ജനിച്ചത് സുരക്ഷിതമായി ഇരിക്കാനൊന്നുമല്ല, മറിച്ച് വെല്ലുവിളികൾ ഏറ്റെടുക്കാനാണ്. ധൈര്യം എന്നാൽ ഭയമില്ലാത്ത അവസ്ഥയല്ല. യാതൊരു റിസ്ക്കും എടുക്കാതിരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയും. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റത്തിനൊപ്പം നീങ്ങാനുള്ള റിസ്ക് എടുക്കാത്തവർ നിർഭാഗ്യവാന്മാരായി പിന്തള്ളപ്പെടും. പണക്കാരനാകാൻ, സമ്പന്നനാകാൻ, വിജയിയാകാൻ ഒരിക്കലും പണം ആവശ്യമില്ല. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വെഡിമിക്സ്. റോബിൻജി, ഒരു ചെക്കിന്റെ കഥ പറയാനുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുകളും ഇതിന്റെ തയ്യാറെടുപ്പുകളും ഭാഗ്യത്തെ കുറിച്ച് അതൊന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാമോ? തീർച്ചയായിട്ടും തുടങ്ങാം. ചോയ്സസ് ആൻഡ് ഡിസിഷൻസ്, അതാണ് തെരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളുമാണ് ഭാഗ്യം എന്ന് പറയാം. ഭാഗ്യത്തിന്റെ മറ്റൊരു നിർവചനമാണ്. ഷാജി ചോദിച്ച പോലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സസ്പെൻസ് നിർത്തിയ ഒരു ചെക്കിന്റെ കഥയുണ്ട്. ആ ചെക്കിന്റെ കഥ കഴിഞ്ഞ എപ്പിസോഡ് അതിന്റെ മുൻഭാഗം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ കഥയുടെ? ഇല്ല. ചെക്ക് തുറന്നിട്ട് എന്താണെന്നറിയാൻ നമ്മൾ കാത്തിരിക്കും. അതെ, ഹെൻറി ഫോർഡിനെ കാണാനായ ചെറുപ്പക്കാരൻ അവിടെ ചെല്ലുമ്പോൾ ആ ചെക്ക് തുറന്ന് ആ കവറിങ് തുറക്കുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. അത് ഞെട്ടലോടെ ഇത് എടുത്ത് നോക്കിയിട്ട് അദ്ദേഹം ഈ ചെറുപ്പക്കാരന് നേരെ നോക്കിയിട്ട് ചോദിച്ചു. അവൻ പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. അവൻ ചോദിച്ചു, ഈ ചെക്ക് അതെ അങ്ങേക്ക് തരാനുള്ളത്, പക്ഷെ ഇത് ഞാൻ നിനക്ക് തന്ന ചെക്കല്ലേ? ഞാൻ നിനക്ക് അന്ന് തന്ന അതേ ചെക്ക് തന്നെയാണല്ലോ ഇത്, ബ്ലാങ്ക് ചെക്ക്. നീ അതിന് ഡേറ്റ് അന്ന് എഴുതിയെടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതിയെടുത്തിട്ട് നിന്നോട് മാറിയെടുക്കാൻ ഞാൻ പറഞ്ഞു തന്നതാണല്ലോ. അത് ഞാൻ ആ ചെക്ക് ഒരിക്കലും ഉപയോഗിച്ചില്ല. അങ്ങയെപ്പോലുള്ള ഒരാൾ, ഹെൻറി ഫോർഡിനെ പോലെ ഒരു മഹാനായ ഒരു വ്യവസായി, ഒരു മനുഷ്യൻ എന്നെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി, എന്നെ സഹായിക്കാൻ തയ്യാറായി, മുൻപരിചയമില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് അങ്ങ് എനിക്കത് തന്നപ്പോൾ ആ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കാനായി എന്റെ സന്തോഷത്തിന് അങ്ങന്റെ കൂടെ ഉണ്ടല്ലോ എന്ന വിചാരം മാത്രം ബാക്കി വെച്ചുകൊണ്ട് ഞാനതെന്റെ എപ്പോഴും കാണത്തക്ക രീതിയിൽ എൻ്റെ മേശപ്പുറത്ത് ഫ്രെയിം ചെയ്ത് വെക്കുകയും ഈ ഒരു സന്തോഷത്തിൽ, ആ ഒരു പിൻബലത്തിൽ, ആ ഒരു മാനസിക പിൻബലത്തിൽ, ധൈര്യത്തിൽ ഞാൻ എൻ്റെ പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും വീണ്ടും പൂജ്യത്തിൽ നിന്ന് ഞാൻ ആ വിശ്വാസവുമായി ഞാൻ ഇന്ന് കാണുന്നത് മുഴുവൻ നേടിയെടുത്തു. സത്യത്തിൽ അങ്ങയുടെ ആ മാനസിക ഊർജവും സപ്പോർട്ടും പിൻബലവുമായിരുന്നു ഇന്ന് ഈ കാണുന്ന മുഴുവൻ എനിക്കത് നേടാൻ സഹായിച്ചത്. ഒരുപക്ഷെ അങ്ങ് തന്ന ഈ ചെക്ക്, ആ ചെക്കിന്റെ രൂപത്തിൽ, ആ ചെക്കാണ് ഞാനിത് മടക്കി തന്നത്. ആ ചെക്കിന്റെ ബലത്തിൽ പുള്ളി. അതെ. അപ്പൊ അന്ന് ഹെൻറി ഫോർഡ് പറഞ്ഞൊരു വേർഡ്, പണമുണ്ടാക്കാൻ എനിക്ക് നീ ഇത്രയും വലിയൊരു വ്യവസായിയായ എന്നെ നീ മറ്റൊരു പാഠം പഠിപ്പിച്ചു. എന്താണെന്നറിയോ? പണക്കാരനാകാൻ, സമ്പന്നനാകാൻ, വിജയിയാകാൻ ഒരിക്കലും പണം ആവശ്യമില്ല. സമ്പന്നമായ ഒരു മനസ്സാണ് വേണ്ടത്. ആ പാഠമാണ് നീ എന്നെ പഠിപ്പിച്ചത് എന്ന് പറയുന്നത്. സമ്പന്നനാകാൻ ഒരിക്കലും സമ്പത്ത് ആവശ്യമില്ല. സമ്പത്തുള്ള സമ്പന്നമായ ഒരു മനസ്സാണ് ആവശ്യം. അബാൻഡന്റ് മൈൻഡ് എന്ന് പറയും. സമൃദ്ധമായി നിറഞ്ഞു നിൽക്കുന്ന മനസ്സാണ്. മനസ്സിൽ ഇതിങ്ങനെ കാണാൻ പറ്റണം. ഭാഗ്യശാലികൾ എപ്പോഴും അങ്ങനെയാണ്. ഭാഗ്യശാലികളുടെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും അവർ സമൃദ്ധമാണ്. അവർക്കത് പുറമേ ഉണ്ട്, ലോകത്തെല്ലാം എല്ലായിടത്തും നിന്ന് നിറഞ്ഞു നിൽപ്പുണ്ട്. അവർക്കത് കാണാൻ കഴിയും. അവരെ മനസ്സ് നിറഞ്ഞാണ് അവർ നിൽക്കുന്നത്. പിന്നെ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരിക മാത്രമേ അവർ ചെയ്യാറുള്ളതാണ്. ഇവിടെ നമ്മൾ തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പുകളുമാണ് ഭാഗ്യം എന്ന് പറയുമ്പോൾ ജർമ്മൻ തത്വചിന്തകനായ ഫ്രെഡറിക് നീഷെ, ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫ്രെഡറിക് നീഷെ പറയും, സെൽഫ് ക്രിയേഷൻ ഫിലോസഫർ എന്ന നിലയ്ക്ക് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഭാഗ്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഈ ഫിലോസഫി തന്നെ ഇതാണ്: മനുഷ്യൻ നിലവിലുള്ള പരിധികളെ മറികടന്ന് സ്വയം ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്ന ഉയർന്ന മനുഷ്യരായി മാറണം എന്നാണ്. ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ കുറേയും കൂടെ ബെറ്റർ ആയിട്ടുള്ള മനുഷ്യരായിട്ട് മാറണം എന്നാണ് അദ്ദേഹം ലോകത്തോട് ഉദ്ബോധിപ്പിച്ചത്. അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അദ്ദേഹം എന്താ ഉദാഹരണം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി, ഒരു ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ പോകുന്നു. എത്രയോ നാളുകൾ കാത്തിരുന്ന ഒരു ഇന്റർവ്യൂ ആണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ എയർപോർട്ടിൽ ചെന്നിട്ട് അടുത്ത നഗരത്തിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്. ആ ജോലി കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. നിങ്ങൾ വലിയൊരു ഭാഗ്യം ആയിട്ട് നിങ്ങൾ അതിനെ കരുതുന്നുണ്ട്. പക്ഷേ ഈ യാത്രക്കിടയിൽ നിങ്ങളുടെ കാറ് പഞ്ചറായി പോയി. നിങ്ങൾക്ക് കൃത്യമായി അവിടെ എത്താൻ പറ്റിയില്ല, എയർപോർട്ടിൽ എത്താൻ പറ്റിയില്ല. ആ ജോലി നിങ്ങൾക്ക് നഷ്ടമായി. യഥാർത്ഥത്തിൽ നിങ്ങൾ നിർഭാഗ്യവാൻ എന്ന് നിങ്ങൾ വിധി എഴുതും. നിങ്ങൾ പറയും, ഞാനൊരു ഭാഗ്യമില്ലാത്ത ആളാണ്,
കാറിന്റെ ടയർ പൊട്ടിപ്പോയെന്ന്. യഥാർത്ഥത്തിൽ നിങ്ങൾ പുറപ്പെടുമ്പോൾ നിങ്ങളുടെ കാറിന്റെ ടയർ നിങ്ങൾ പരിശോധിച്ചിരുന്നോ എന്നതാണ് ചോദ്യം. ആ കാറിന്റെ ടയർ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു യാത്രയാണെങ്കിൽ ഒരു മുന്നൊരുക്കം നടത്തിക്കൊണ്ട്, ഒരു കപ്പൽ യാത്ര നടത്തുന്ന ആളെ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ പർവ്വതാരോഹണത്തെ കണ്ടിട്ടുണ്ടോ? അവരൊരു ബ്ലേഡ് പോലും അനാവശ്യമായി കൊണ്ടുപോവുകയില്ല. അതിന്റെ ഭാരം, ഒരു ബ്ലേഡ് അതുപോലും കൊണ്ടുപോവുകയില്ല. അപ്പൊ നിങ്ങളത് പരിശോധിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ടയർ ഒരിക്കലും പഞ്ചർ ആകുകയില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ വിധിയെ കുറ്റം പറയുന്നു, നിങ്ങളത് പരിശോധിക്കുകയല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ അതാണല്ലോ സത്യം. അപ്പൊ ഈ രീതിയിലാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകൾ ഈ തിരഞ്ഞെടുപ്പുകൾ കൃത്യമായി അവർ ചെയ്യും. അവരത് കൃത്യമായി അതെ ഡിസിഷൻ ഉണ്ടാവും. അവർ ഈ കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ചോയ്സസ് ഉണ്ട് അവർക്ക് മുന്നിൽ. ഇങ്ങനെയും ചെയ്യാം. അവർ ഇങ്ങനെയുള്ള ഒരു ആരോപണങ്ങളിൽ അവർ ഒരിക്കലും കുടുങ്ങുകയില്ലെന്നാണ്. അപ്പൊ പലരും ഭാഗ്യത്തെ ഒരു നിമിത്തമായി കാണുമ്പോൾ, നീഷ പറഞ്ഞതുപോലെ ഭാഗ്യത്തെ ഒരു നിമിത്തമായി അല്ല അദ്ദേഹം കാണുന്നത്, അതിന് നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തരഫലമായി, ബൈ പ്രൊഡക്ട്സ് ഓഫ് ഡിസിഷൻ, അതാണ് അങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ ജീവിതം നാം എടുത്ത തെരഞ്ഞെടുപ്പുകളുടെ ഒരു ആകത്തുകയാണ്. നമ്മൾ തിരഞ്ഞെടുത്ത ഒരുപാട് കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ്, തെരഞ്ഞെടുപ്പുകളുടെ ആകത്തുകയാണ് ഭാഗ്യമായിട്ട് നമ്മുടെ ജീവിതം എന്നത് കാണുന്നത്. ചെറിയ തീരുമാനങ്ങളുടെ വലിയ സ്വാധീനം എന്ന് പറയും. ഭാഗ്യം എന്നത് ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്ന വലിയൊരു മാറ്റമല്ല. ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് പൂമ്പാറ്റ ചലനം. പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന ഒരു കുഞ്ഞു ചലനം, ആ കുഞ്ഞു ചലനം പോലും ലോകത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു കോണിൽ കൊടുങ്കാറ്റായി രൂപപ്പെടാം എന്നാണ്. അപ്പൊ കുഞ്ഞു ചലനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്നാണ്. ചെറിയ ആശയങ്ങൾ, കാർൽ മാർക്സ് ആകട്ടെ, യേശു ക്രിസ്തു ആവട്ടെ, ബുദ്ധനാവട്ടെ, അതല്ലെങ്കിൽ മുഹമ്മദ് നബി ആവട്ടെ, മറ്റെല്ലാ ആളുകളും ആവട്ടെ, കൃഷ്ണനാവട്ടെ, ആരും ആവട്ടെ, അവരുടെയൊക്കെ ചെറിയ പ്രബോധനങ്ങൾ, ചെറിയ ചെറിയ ആശയങ്ങൾ ഒരു കുഞ്ഞു ഗ്രാമത്തിലോ എവിടെയെങ്കിലും ഇരുന്നുള്ളത് കൊടുങ്കാറ്റ് പോലെ അലയടിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ആശയത്തിനും ഇതേ ഉണ്ട്, ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയും. അപ്പൊ ചെറിയ കാര്യങ്ങളുടെ സ്വാധീനം അത് വലുതാണ്. അപ്പൊ ഭാഗ്യം എന്നത് ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു മാറ്റമല്ല എന്ന് കാണണം. ഇന്ന് നിങ്ങൾ വായിക്കാൻ തീരുമാനിക്കുന്ന ഒരു പുസ്തകം, അതല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തി, ഇവയെല്ലാം പിൽക്കാലത്ത് വലിയൊരു ഭാഗ്യമായിട്ട് ഒരുപക്ഷെ മാറിയേക്കാം. ഈ ഭാഗ്യത്തെക്കുറിച്ച്, ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഏതാണ്ട് ഒരു 6 വർഷം മുമ്പ് എറണാകുളത്ത് സ്റ്റേഡിയത്തിനടുത്തുള്ള എൻ്റെ ഫ്ലാറ്റിൽ നിന്നും കോവിഡ് കാലത്ത് ഞാൻ പുതിയ സ്ഥലത്തേക്ക്, കടവന്തരയിലേക്ക് മാറുകയാണ്. മാറി സാധനങ്ങളെല്ലാം അവിടെ വെച്ച് എത്തിച്ചു, എല്ലാം ഷഫിൾ ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പുസ്തകങ്ങളെല്ലാം ഈ എടുത്ത് ചാക്കിലൊക്കെ കെട്ടിയിട്ടാണ്, വലിയ പ്ലാസ്റ്റിക് ചാക്കിലൊക്കെ എടുത്ത് വെച്ച് അടുക്കി വെച്ച് കെട്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. പുസ്തകങ്ങളെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പുസ്തകത്തോട് വലിയ സ്നേഹമുണ്ടല്ലോ. അപ്പൊ അത് നോക്കുമ്പോൾ എൻ്റെ ഒരു പുസ്തകം കാണുന്നില്ല. ഞാനൊരു 45 വർഷം മുമ്പ്, ഏകദേശം 42 വർഷം മുമ്പ് വാങ്ങിച്ച, കോഴിക്കോട് നിന്ന് മോഡേൺ ബുക്സ് നിന്ന് വാങ്ങിച്ച ഒരു പുസ്തകമാണ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. മലയാള വിവർത്തനമാണ്. പിന്നെ ആ പുസ്തകം നോർമൻ വിൻസൻ പീലിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണ്. ആ പുസ്തകം പഴയ പുസ്തകമാണ്, പിഞ്ചി പോവാറായുള്ള പുസ്തകമാണ്. അപ്പൊ ഞാൻ ആ പുസ്തകം നോക്കിയിട്ട് കാണുന്നില്ല. മക്കളോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ല. എനിക്ക് വലിയ നിരാശയായി, കാരണം ഇത്രയും കാലം പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന പുസ്തകമാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചാൾസ്, മൂത്ത മകൻ ചാൾസ് എന്നെ വിളിക്കുന്നു, പപ്പച്ചി പുസ്തകം കിട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു എവിടുന്ന്? ഈ ചാൾസ് പോകുന്ന വഴിക്ക് ഈ പഴയ ഫ്ലാറ്റിന്റെ മുന്നിലൂടെ പോകുമ്പോൾ, ഒരുപാട് കാലം അവിടെ ജീവിച്ചതല്ലേ, ജസ്റ്റ് അവിടെ കയറി ഒന്ന് സെക്യൂരിറ്റി കയറേണ്ട എന്താ വിശേഷങ്ങളൊക്കെ ചോദിക്കാന്ന് വിചാരിച്ച് സെക്യൂരിറ്റി കാണാൻ വേണ്ടി അവിടെ കയറുമ്പോൾ സെക്യൂരിറ്റി അവിടെ ഉണ്ട്. അപ്പം ചേട്ടാ അവിടെ ഒരു പുസ്തകം കാണാതെ പോയിരുന്നു, അവിടെ ഇങ്ങനെ കിട്ടിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സാധനം ഇറക്കുന്ന കൂടുതൽ പുസ്തകം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ ഉടനെ പോയിട്ട് വലിയ പൊന്നുപോലെ അയാളെ മുറിയുന്ന വളരെ കാര്യമായിട്ട് എടുത്തിട്ട് ഈ പുസ്തകമല്ലേ എന്ന് ചോദിച്ചിട്ട് അയാൾക്കത് തരണമെന്നോ തരണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോ ഇത് ചോദിച്ചപ്പോഴാണ് അറിയുന്നത്, ഞങ്ങൾ അവിടുന്ന് പോകുന്നതിന്റെ പിറ്റേ ദിവസമോ അതിന്റെ പിറ്റേ ദിവസമോ ഈ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അവിടെ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ വിളിച്ചു, ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് രാത്രി, ഈ സാധനങ്ങൾ എടുക്കാൻ വരുന്ന അന്ന് രാത്രി, ഈ സെക്യൂരിറ്റി ആയിട്ടുള്ള ആള് കഴിഞ്ഞ പ്രളയകാലത്ത് നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്ത് താറാവ് വളർത്തലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പറവൂർ ഭാഗത്തുണ്ടായിരുന്ന ഒരാളാണ്. അയാളുടെ മുഴുവൻ വെള്ളം എടുത്തു പോയി, പ്രളയത്തിൽ പോയി, നശിച്ചു പോയി, അയാൾ തകർന്ന് തരിപ്പണമായി പോയി. മക്കൾക്ക് ജോലിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ അയാൾ വലിയ സമ്പന്നനായിരുന്ന, അത്യാവശ്യം സമ്പന്നനായിരുന്ന അയാൾ ഇന്നിപ്പോ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പൊ ഒരുപാട് പേർക്ക് സംഭവിച്ചതുപോലെ. അപ്പം പിന്നെ പിടിച്ചു നിൽക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച അന്ന് രാത്രി ഈ ഡംപ് ചെയ്ത പുസ്തകങ്ങൾക്കിടയിൽ നിന്നും യാദൃശികമായി ഈ സാധനം കൊണ്ടുപോകാൻ വേണ്ടി ഒരു 8:30 ഇതിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടിൽ നിന്ന് ഒരു പുസ്തകം കിട്ടുന്നു. ആ പുസ്തകം മാത്രമേ പുസ്തകം ആയതുകൊണ്ട് അയാൾ ജസ്റ്റ് എടുത്ത് കയ്യിൽ വെച്ചു. ഈ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, കാണാതെ പോയ പുസ്തകം. അന്ന് രാത്രിക്ക് രാത്രി കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് വായന ഈ ആൾ നടത്തിയത്. അയാൾ മരിച്ചില്ല, അയാൾ മരണം മാറ്റി വെക്കപ്പെട്ടു.
ആ പുസ്തകം കിട്ടിയതല്ലേ അയാളുടെ ഭാഗ്യം. ആ പുസ്തകം കിട്ടിയല്ല അയാളൊരു ഭാഗ്യം എന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് ഒരു നമുക്ക് സംസാരിക്കാൻ പിൽക്കാലത്ത് എന്താ ഉള്ളത്? അത് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് അസാമാന്യമായിട്ടുള്ള പിന്നെ എന്താ പറയാ പിന്നെ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചുള്ള അതിമനോഹരമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പിന്നെ പുസ്തകമാണ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. വായിക്കേണ്ട പുസ്തകം കേട്ടോ, പഴയ പുസ്തകമാണ്. പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് ഒരുപക്ഷെ ലോകം ആദ്യമായി കേട്ടു തുടങ്ങുന്നത് നോർമൻ വിൻസെന്റ് പീലിൽ നിന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഏത് രൂപത്തിൽ ഇത് കടന്നു വരാം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിലേക്കും വരാം ഒരു പുസ്തകം ഇങ്ങനെ. സെക്യൂരിറ്റിയുടെ ജീവിതത്തിൽ പുസ്തകമായിട്ട് വന്നു. അതെ അത് സെക്യൂരിറ്റിക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ അത്തരത്തിൽ നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഭാഗ്യം എന്നത് നിങ്ങൾ എടുത്ത ശരിയായ തീരുമാനങ്ങളുടെ പലിശയാണ് എന്ന് പറയും. ഭാഗ്യം നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം തെറ്റായ തീരുമാനങ്ങളല്ല, മറിച്ച് തീരുമാനം എടുക്കാതിരിക്കുന്നത് കൊണ്ടാണ്. ഇതിനെ അനാലിസിസ് പരാലിസിസ് എന്ന് വിളിക്കും. അനാലിസിസ് പരാലിസിസ് എന്ന് പറയുന്നത് അമിതമായ ചിന്ത, പ്രവൃത്തികൾ കുറയുക, ഇൻഫർമേഷൻസ് ഓവർലോഡ് ആവുക, പ്രൊഫഷണലിസം ശരിക്കും പെർഫെക്ഷനിസം വരിക, എന്ത് ചെയ്താലും പെർഫെക്ഷൻ പോരാ എന്ന് പറയുക, പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുന്നുള്ള അകാരണമായ ഭീതി, ഇതൊക്കെയാണ് കാരണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ എക്സസൈസ് തുടങ്ങണം എന്ന് പറയും, നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം, നാളെ നടക്കാൻ പോകണമെന്ന് പറയും, തുടങ്ങില്ല. പുസ്തകം എഴുതണം എന്ന് പറയും, പുസ്തകം എഴുതാൻ പറ്റുന്നില്ല. കോഴ്സ് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കും, ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കണം, അത് നീട്ടിവെച്ച് പോകും. അവന് ഡോക്ടറെ കാണണമെന്ന് പറയും, അത് ചെയ്യില്ല. ബിസിനസ് തുടങ്ങണം, ഒരുപാട് ആശയങ്ങളുണ്ടെന്ന് പറയും, ഒരിക്കലും പറയില്ല, എല്ലാവരോടും പറഞ്ഞു നടക്കും, പക്ഷെ ഒരിക്കലും തുടങ്ങില്ല. അങ്ങനെ ഒന്നും തുടങ്ങില്ല. അനാലിസിസ് പരാലിസിസ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിലുള്ള ആൾക്കാർ ഭാഗ്യശാലികൾ ഇങ്ങനെയല്ല. എല്ലാം തികഞ്ഞ ഒരു സമയത്തിനായി കാത്തിരിക്കുന്നവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഭീരുക്കൾ തീരുമാനങ്ങൾ എടുക്കാൻ ഭയപ്പെടുമ്പോൾ ഭാഗ്യശാലികൾ അപൂർണമായ വിവരങ്ങൾ വെച്ചാണെങ്കിലും ധൈര്യപൂർവ്വം തീരുമാനമെടുക്കും. പൂർണ്ണമായ ഒരു പ്ലാനൊന്നും വേണമെന്നില്ല അവർക്ക്. അപൂർണമായ ഇത്തരം വിവരങ്ങളൊക്കെ വെച്ചാണെങ്കിലും ഭാഗ്യശാലികൾ അങ്ങ് ഇറങ്ങി പുറപ്പെടും. ഭാഗ്യമുള്ളവരുടെ തീരുമാനത്തിന്റെ ശൈലി ഒന്ന് നോക്കാം. അവര് തീരുമാനങ്ങളൊക്കെ വളരെ വേഗത്തിലാണ്, സ്പീഡ് ഉണ്ടാവും. അവസരങ്ങൾ ക്ഷണികമാണ്. അവ പോകുന്നതിന് മുമ്പ് തീരുമാനമെടുക്കാനുള്ള ചടുലത ഇവർക്കുണ്ടാവും. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം എടുക്കുകയാണ്, ആലോചിച്ച് നിൽക്കില്ല, സ്പോട്ടിൽ എടുക്കും. പിന്നെ കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു സ്ഥിരതയുണ്ട്. ഒരിക്കൽ തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാനും അത് വിജയിപ്പിക്കാനുള്ള കഠിനാധ്വാനം അവർ നടത്തും. അവർ തീരുമാനങ്ങളെ ഭാഗ്യമായി ശരിക്കും മാറ്റുകയാണ്. അവർ ഒരു വിഷയത്തിനെ ഭാഗ്യമായിട്ട് മാറ്റുകയാണ് അവർ തീരുമാനങ്ങളെ. അസർട്ടീവ്നെസ് ഉണ്ട്. എന്ത് വേണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാൾ മറ്റുള്ളവരിലും ആത്മവിശ്വാസം ജനിപ്പിക്കും, ചുറ്റുമുള്ളവരിലും ആത്മവിശ്വാസം അവർ ജനിപ്പിക്കും. ഇത്തരം ആളുകളെയാണ് പുതിയ അവസരങ്ങൾ തേടി വരുന്നത്. പാസീവ് അല്ല, അഗ്രസീവ് അല്ല. ഇത്തരം ആളുകൾ അസർട്ടീവ് ആയിരിക്കും എന്നാണ്. അസർട്ടീവ് നേച്ചർ ആയിരിക്കും ഇത്തരം ആളുകൾക്ക്. ഉത്തരവാദിത്വ ബോധമുണ്ട്. പരാജയപ്പെട്ടാൽ അതിന് വിധിയെ കുറ്റപ്പെടുത്താതെ സ്വന്തം തീരുമാനത്തിന്റെ പിഴവാണെന്ന് അംഗീകരിക്കുന്നതാണ് നേതാവിന്റെ ലക്ഷണം. ഈ മനോഭാവം അവരെ അടുത്ത തവണ കൂടുതൽ ഭാഗ്യമുള്ളവരാക്കി മാറ്റും. ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള സൂത്രവാക്യമുണ്ട്: ഭയത്തെ മാറ്റിവെക്കുക. എന്ത് തെറ്റും എന്നതിനേക്കാൾ എന്ത് ശരിയാകും എന്ന് ശ്രദ്ധിക്കുകയാണ്. എന്ത് തെറ്റിപ്പോകുന്നല്ല, എന്താണ് ശരിയാവുക എന്ന് നോക്കുക. മൂല്യങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മാത്രം നടത്തുക എന്നതാണ്. ലേണിംഗ് തുടരുക, പഠനം തുടരുക. ഓരോ തെറ്റായ തീരുമാനവും അടുത്ത തവണ ശരിയായ തീരുമാനം എടുക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നൽകുന്നു. സെൽഫ് ലേണിംഗ്, കൂടുതൽ പഠിക്കുന്നു. തെറ്റായ തീരുമാനമല്ല, ശരിയായി വരാൻ കൂടുതൽ ഭാഗ്യം നിങ്ങൾക്ക് തരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോൾ, കൂടുതൽ ഫോക്കസ് ചെയ്ത് കുഴിച്ചെടുക്കുമ്പോൾ, പഠിക്കുമ്പോൾ അങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ സാരം. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങളുടെ ഇന്നലത്തെ തീരുമാനങ്ങളുടെ ഫലമാണ്. ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഈ അവസ്ഥ നിങ്ങളുടെ ഇന്നലകളുടെ തീരുമാനങ്ങളുടെ ഫലമാണ്. നിങ്ങളുടെ നാളത്തെ ഭാഗ്യം നിങ്ങളുടെ ഇന്നത്തെ തിരഞ്ഞെടുപ്പുകളെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത് ആശ്രയിച്ചിരിക്കുന്നു. തീരുമാനം എടുക്കാതിരിക്കുന്നത് ഒരു തീരുമാനമാണ്, അതും ഒരു തീരുമാനമാണല്ലോ. പക്ഷേ അത് ഒരിക്കലും നിങ്ങളെ ഭാഗ്യവാനാക്കില്ല, അത് ഉറപ്പാണ്. തീരുമാനം എടുക്കാതിരിക്കാം, അതൊരു തീരുമാനമാണ്, പക്ഷെ അത് നിങ്ങളെ ഒരിക്കലും ഭാഗ്യവാനാക്കില്ല എന്നതാണ്. ഇനി റിസ്ക് എടുക്കാനുള്ള ധൈര്യത്തെക്കുറിച്ചാണ്. ഭാഗ്യം എപ്പോഴും ധീരന്മാരെ തുണയ്ക്കുന്നുണ്ട്. അതൊരു ലാറ്റിൻ പഴമൊഴിയാട്ടോ. ഭാഗ്യം എപ്പോഴും ധീരന്മാരെ തുണയ്ക്കുന്നു എന്നാണ്. സുരക്ഷിതത്വത്തിന്റെ മേൽക്കെട്ടുകൾക്കുള്ളിൽ ഇരിക്കുന്നവർക്ക് ഭാഗ്യം ഒരു അന്യഗ്രഹ ജീവിയെ പോലെ അപ്രാപ്യമായിരിക്കും. ഒരു സ്ഥലത്തുണ്ടാകാൻ സേഫായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചില ആൾക്കാർ. അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഉണക്കമുള്ളന്റെ കഥ? കേട്ടിട്ടില്ല.
എൻ്റെ JK എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ എനിക്കൊരു സുഹൃത്തുണ്ട്, കോഴിക്കോട് ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സുഹൃത്താണ് അദ്ദേഹം. പിന്നെ കൂത്തുപറമ്പിലാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പൊ JK കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു കൂത്തുപറമ്പിൽ പോയി. കൂത്തുപറമ്പിൽ ചെല്ലുമ്പം ഒരു മഴക്കാലത്താണ്. മഴക്കാലം കഴിഞ്ഞിട്ട് ഈ മഴ ഇങ്ങനെ ഈ ഫുൾ മൂണുള്ള ദിവസം രാത്രി മഴയുണ്ട്, മഴ നിലാവെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഒരു ഇങ്ങനെ മങ്ങിക്കിടക്കും. അപ്പൊ ഞങ്ങളൊരു പിന്നെ സിനിമയൊക്കെ കണ്ട് രാത്രി ഫസ്റ്റ് ഷോയൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ JK പറഞ്ഞു അമ്മയ്ക്ക് ഉണക്കമുള്ളൻ വാങ്ങണം. അപ്പൊ നല്ല വെളുത്ത നല്ല വട്ടമുള്ള വലിയ ഉണക്കമുള്ളൻ ഈ ഉണക്കമീൻ കട എന്ന് വാങ്ങിച്ചു. JK വാങ്ങിച്ചു. 1/2 കിലോമീറ്റർ ഉണ്ട്. അത് ആ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അത് നല്ല മലയാള മനോരമയുടെ മാതൃഭൂമിയുടെ പേപ്പറിൽ ഇതിങ്ങനെ പൊതിഞ്ഞു. മഴക്കാലത്താണെന്ന് ഓർക്കണേ, പേപ്പറിലാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ പോലെ അന്ന് ഇതൊന്നുമില്ല, ഈ പ്ലാസ്റ്റിക്കിന്റെ ക്യാരി ബാഗ് ഒന്നും ഇല്ല, കോമൺ അല്ല. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഓട്ടോറിക്ഷ കയറിയിട്ട് ഓട്ടോറിക്ഷ വന്നിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ അക്കരെ കാണാം JKയുടെ വീട്. ഒരു ചെറിയ പറമ്പ് ഇങ്ങനെ നടന്ന് കയറി അതിന് നടുവിലൊരു ചെറിയ തോടുണ്ട്, നിറഞ്ഞ് വെള്ളം ഒഴുകുന്ന തോട്. ആ തോടിലൂടെ കടന്ന് പാലം, തടിപ്പാലമുണ്ട്, കമുകിന്റെ തടി വെട്ടിയിട്ട തടിപ്പാലത്തെ തൊട്ടില്ല എന്ന നിലക്കാണ് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കമ്പി വലിച്ചു കെട്ടിയിട്ടുണ്ട്. സൈഡിൽ മുഴുവൻ ഓട വളർന്നു നിൽക്കുകയാണ്. ഓട വളർന്നു നിൽക്കുന്നുണ്ട്. അതിന്റെ മുകളിലാണ് കുറച്ചുകൂടെ കയറിയിട്ടാണ് JKയുടെ വീട്. അപ്പൊ ഞങ്ങളിങ്ങനെ നടന്ന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല കുഴപ്പമൊന്നുമില്ല, ടോർച്ചൊന്നും ആവശ്യമില്ല, എന്റെ പിന്നാലെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നടന്നുപോയി പാലത്തിന്റെ മുകളിലേക്ക് കയറുന്നു. വെള്ളം ഇങ്ങനെ തൊട്ട് ഒഴുകുകയാണ്, നിശബ്ദമായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഓടയുടെ ഈ മറ്റേ മുളയില്ലേ, മുള വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൊക്കിന്റെ ഈ ചുണ്ട് വരുന്ന പോലെ ഇങ്ങനെ ക്ലോക്ക് 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 എന്ന് പറഞ്ഞിങ്ങനെ ശബ്ദം കേൾക്കാം. പെട്ടെന്ന് വേറൊരു ശബ്ദം. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു, നിശബ്ദമല്ലേ, ചീവീടുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ മുകളിൽ നല്ല റിഫ്ലക്ഷൻ ഉണ്ട്, ഈ പിന്നെ ചന്ദ്രന്റെ ഫുൾ മൂണിന്റെ ആണ്. ആ റിഫ്ലക്ഷനിൽ ഇങ്ങനെ എന്തോ തിളങ്ങുന്നതിന്റെ കൂട്ടത്തില് വേറെന്തോ തിളങ്ങി ഇങ്ങനെ പോകുന്നു. ഒരു സെക്കൻഡ് ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ JKയുടെ കയ്യിലിരിക്കുന്ന ഉണക്കമുള്ളന്റെ പൊതി മഴവെള്ളം വീണിട്ട് ചെറുതായിട്ട് നനഞ്ഞിട്ട് ചാറ്റിലടിച്ച് നനഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു മുള്ളൻ താഴേക്ക് വീണിരിക്കുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു JK അതാ മുള്ളൻ ഓർന്ന് താഴെ പോയി എന്ന് പറഞ്ഞപ്പോൾ JK ഒരു സെക്കൻഡ് നിന്നിട്ട് ഇങ്ങനെ നോക്കി വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ഈ പൊതിയില്ലേ, ഈ പൊതി മൊത്തം ഇങ്ങനെ ആ വെള്ളത്തിലേക്ക് അങ്ങനെ വലിച്ചിങ്ങനെ ഇട്ടു, വെതറി അങ്ങിട്ട് ഉണക്കമുള്ളൻ ഇങ്ങനെ ചെതറി വീണിട്ട് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നിരന്നു പോകുമ്പോൾ JK ഈ ഉണക്കമുള്ളൻ നോക്കിയിട്ട് പറയാണ് എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്ന്. ആരോട്? ഉണക്കമുള്ളലോട്, ജീവനുള്ള മുള്ളലോടല്ല. അപ്പം ഇങ്ങനെ എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്ന് പറയുന്ന ഈ ആൾക്കാരാണ് നമ്മളെ ആൾക്കാര്, മനസ്സിലായില്ലേ? അപ്പം ഈ ഒന്നും ചെയ്യാതിരിക്കുന്ന മനുഷ്യരില്ലേ, സുരക്ഷിതത്വത്തിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ ഉണക്കമുള്ളനായിട്ട് ഒരിക്കലും മാറരുത്. ജീവനുള്ള മത്സ്യങ്ങളായിട്ട്, പിടക്കുന്ന മത്സ്യങ്ങളായിട്ട് നമ്മൾ മാറണം. ഭാഗ്യശാലികളുടെ ലക്ഷണവും അതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് റിസ്ക് എടുക്കുന്നവർ ഭാഗ്യവാന്മാരാവുന്നത് എന്ന് നോക്കാം. റിസ്ക് ഉള്ളിടത്ത് മത്സരബുദ്ധി എപ്പോഴും കുറവായിരിക്കും. മനസ്സിലായില്ലേ? അവിടെ എല്ലാവരും വരില്ല. അതുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും ഭയം കാരണം മാറി നിൽക്കുന്ന ഇടങ്ങളിൽ ഭാഗ്യം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാവും. ഇപ്പം പിന്നെ റിച്ചാർഡ് ബാക്കിന്റെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ജൊനാഥൻ സീഗുളിന്റെ കഥയുണ്ട്. റിച്ചാർഡ് ബാക്ക് എഴുതിയ ചെറിയ കുഞ്ഞു പുസ്തകം. അതിനകത്ത് ലോകം മുഴുവൻ പറക്കാൻ ആഗ്രഹിച്ച സീഗുളിന്റെ കഥയാണ്. ഒരു കടൽ കാക്കയുടെ കഥയാണ്. ജൊനാഥൻ എന്നാവന്റെ പേര്. അവനിങ്ങനെ പറന്നു കിടന്നു കടൽ തീരത്തിലൂടെ. അപ്പൊ പറന്നു കിടന്നപ്പോ പലരും അവനെ കളിയാക്കി, എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നതെന്ന്. അപ്പൊ അവനൊരു ദിവസം ഒരു ഗുരു ഉണ്ടായി. ആ ഗുരുപക്ഷി പറഞ്ഞു, ഇവിടെയല്ല നീ പറക്കേണ്ടത്, നീ യഥാർത്ഥത്തിൽ പറക്കേണ്ടത് ഇവിടുന്ന് വിട്ടിട്ട് വേറെ സ്ഥലങ്ങളിലാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ മറ്റു പലരും പറഞ്ഞു, കാരണവന്മാരായിട്ടുള്ള പക്ഷികളൊക്കെ പറഞ്ഞു, ഒരിക്കലും അവൻ പറഞ്ഞു ശരിയല്ല, അതൊക്കെ വലിയ റിസ്ക് ഉള്ള പരിപാടിയാണ്, അവിടെ ഒന്നും പോയി അങ്ങനെ പറക്കാൻ പോകരുത്. എന്തായാലും ജൊനാഥൻ ഈ ഗുരുനാഥൻ പക്ഷി പറഞ്ഞ പ്രകാരം അയാൾക്ക് പിന്തുടർന്ന് ഉയരങ്ങളിലേക്ക്, നിനക്ക് ഞാൻ അത്തരത്തിലുള്ള റിസ്ക് ഉള്ള ഏരിയകൾ കാണിച്ചു തരാം, ഉയരങ്ങളിലേക്ക് പറക്കാനാ പറഞ്ഞത്. അങ്ങനെ ഉയരങ്ങളിലേക്ക് പറന്ന് സീഗുളിനെയും ജൊനാഥനെയും കൂട്ടിയിട്ട് ഇയാൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ എന്താ അവിടെ കണ്ട കാഴ്ച എന്നറിയോ? അവിടെ കുറഞ്ഞ പക്ഷികളുണ്ട്, വലിയ നേതാക്കൾ പക്ഷികൾ. അപ്പൊ ഏറ്റവും ഉയരങ്ങളിലാണ് ഏറ്റവും വലിയ ആളുകൾ ഉണ്ടാവുക. ഏറ്റവും റിസ്ക് ഉള്ള ഏരിയയിലാണ് ഏറ്റവും വലിയ ഭാഗ്യശാലികൾ എത്തിപ്പെടുക. അവരുടെ ഇടമാണത്. അപ്പൊ അത് സൂചിപ്പിക്കുന്ന അതിമനോഹരമായ പുസ്തകമാണ് റിച്ചാർഡ് ബാക്കിന്റെ ജൊനാഥൻ സീഗുളിന്റെ കഥ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കപ്പൽ തുറമുഖത്ത് കിടക്കുന്നത് സുരക്ഷിതമാണ് യഥാർത്ഥത്തിൽ, പക്ഷെ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് അതിനല്ലല്ലോ. അതുപോലെ മനുഷ്യൻ ജനിച്ചത് സുരക്ഷിതമായി ഇരിക്കാനൊന്നുമല്ല, മറിച്ച് വെല്ലുവിളികൾ ഏറ്റെടുക്കാനാണ്. നമ്മുടെ ബ്രെയിൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വയ്യ, എന്തോ വെറുതെ അവിടം വരെ എന്ന് പറയും, എന്നെ കൊണ്ടും വയ്യ. കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, നമുക്കൊന്നും വയ്യ, ഇനിയിപ്പോ അവിടം വരെ പോകണ്ടേ. കാരണം ഇവന് ഒരുപാട് ഊർജ്ജങ്ങൾ മറ്റാവശ്യത്തിന് ചെലവാക്കേണ്ടതുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണിത്. തലച്ചോറിന്റെ പണി തന്നെ അതാണ്. അപ്പൊ അതുകൊണ്ട് ഈ റിസ്ക് എടുക്കാൻ പറ്റുന്നവരാണ്
ഇതിനെ അതിലംഘിക്കുന്നവരാണ് ഈ ഭാഗ്യശാലികൾ എന്ന് പറയുന്നത്. റിസ്കിനെ 2 രീതിയിൽ തരംതിരിക്കാം. അന്ധമായ സാഹസിക, ബ്ലൈൻഡ് റിസ്ക്. ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഭാഗ്യം പരീക്ഷിക്കുന്നത് പരാജയത്തിലേക്ക് നയിക്കും, ചാടിക്കേറി പോകുന്നത്. എൻ്റെ കാരണവന്മാരുടെയൊക്കെ ചരിത്രം പഴയ കാലത്ത് കേട്ടിട്ടുണ്ടാവും. മലബാറിലേക്കൊക്കെ ഇവിടെ നിന്ന് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറ്റം നടത്തിയ ആളുകളൊക്കെ അവരിങ്ങനെ ആരൊക്കെ കുടിയേറ്റം നടന്നു പറഞ്ഞ് ചാടിക്കേറി അങ്ങ് പോയി. ഒരുപാട് സാഹസികരുണ്ട് അത്തരത്തിലുള്ള. അങ്ങനെ മലമ്പനി വന്നും അല്ലാതെയും കാട്ടുമൃഗങ്ങൾക്കൊന്നും ഒക്കെ ആയിട്ട് കാലയവനിക്കുള്ളിൽ പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ചാടിക്കേറി പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ പിന്നെ നോക്കിയാല് ഈ പലപ്പോഴും അതിൽ രക്ഷപ്പെട്ടവരുമുണ്ട്. അവർ രക്ഷപ്പെട്ടവരും നല്ല ബ്ലൈൻഡ് റിസ്ക് എടുത്ത് പോയവരല്ല. ഈ ബ്ലൈൻഡ് റിസ്ക് എടുത്ത് ചാരെന്നാണ് പറയുന്നത്. ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നിങ്ങൾ ഓഫീസിലേക്ക് വരുമ്പോൾ ഒരു പാമ്പിനെ കണ്ടിരുന്നു, ആ പാമ്പ് അതിനെ വഴിക്ക് പോയി. ആ പാമ്പിനെ കാണുമ്പോൾ ചാടി ആ പാമ്പിന്റെ പുറകെ പോയി ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കടിയേക്കും. ബ്ലൈൻഡ് റിസ്ക് ആണ്, അല്ലെ? ചെയ്യാൻ പാടില്ലാത്തതാണ്. കണക്കുകൂട്ടിയിട്ടുള്ള റിസ്ക് ഉണ്ട്. അതെന്താണ്? കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. സാധ്യതകളും നഷ്ടങ്ങളും കൃത്യമായി വിലയിരുത്തിയ ശേഷം പരാജയപ്പെട്ടാൽ അത് താങ്ങാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്ന ലക്കി ആളുകളുടെ ശൈലിയാണത്. കാൽക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് ആണ്. അവർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും അതിനെ മറികടക്കാൻ അവർക്ക് അറിയാം, തയ്യാറെടുപ്പുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ക്രിസ്റ്റഫർ കൊളംബസ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയാം. ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിൻ കുടുംബത്തോട് തന്റെ യാത്ര പുറപ്പെടുമ്പോൾ, അമേരിക്ക കണ്ടുപിടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ, ലോകം കണ്ടുപിടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ സ്പെയിനിലെ രാജകുടുംബത്തിനോട്, ഇറ്റലിക്കാരനാണ് പുള്ളി, പക്ഷെ സ്പെയിനിലാണ്, അവിടെ നിന്നാണ് രാജകുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം ലോകയാത്രയ്ക്ക് പുറപ്പെട്ടത്. അപ്പൊ അവിടെ പോകുമ്പോൾ അദ്ദേഹം ഒരു നിബന്ധന വെച്ചു. എന്താണെന്നറിയോ? എനിക്ക് അഡ്മിറൽ ഓഫ് ഓഷൻ സീ പദവി വേണം. എന്നുവെച്ചാൽ പോകുന്ന സമുദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോകുന്ന ആ കടലിന്റെ ഒക്കെ അഡ്മിറൽ ആയിട്ടുള്ള പദവി എനിക്ക് അറിയണം. ഇന്നാണ് നടക്കൂ. അപ്പോൾ ചില്ലറ കാര്യമല്ല അയാൾ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, കണ്ടെത്തുന്ന എല്ലാ സമുദ്ര പ്രദേശങ്ങളുടെയും അഡ്മിറൽ പദവി വേണമെന്നാണ്. കൂടാതെ വൈസ്രോയി, ഗവർണർ, ഇടയ്ക്ക് കിട്ടുന്ന സമ്പത്തിന്റെ 10% ഞാൻ എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആരെങ്കിലും ഇവിടെ സ്പെയിനിൽ നിക്ഷേപിക്കുകയോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കച്ചവടങ്ങൾ നടക്കുകയാണെങ്കിൽ അതിന്റെ 12.5% വേണമെന്ന്. കൃത്യമാണ്, 12.5% വേണമെന്ന്. ഇത്രയും വേണമെന്നാണ്. അപ്പോ ഇത് കേട്ട രാജാവിന് എന്താ ചിന്ത എന്നറിയോ? ഈ യാത്ര വിജയിച്ചാൽ രാജാവിന് പുതിയ ലോകം കിട്ടാൻ പോകുന്ന പുതിയ ലോകമാണ്. ആരാ ഭാഗ്യവാൻ? രാജാവ്. കൊളംബസിന് അധികാരവും സമ്പത്തും. പറയാനുള്ളത് കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് ഏറ്റെടുക്കുന്നത്. റിസ്ക് ആണെന്ന് അറിയാം, പക്ഷെ കാൽക്കുലേഷൻ ഉണ്ട്. ഇതാണ് ഇതിന് ഇന്ന നേട്ടങ്ങൾ എനിക്കുണ്ട് എന്നറിയാം. അത് ഭാഗ്യമാണല്ലോ, കണ്ടുപിടിച്ചല്ലോ. ആ യാത്ര അറിയാമല്ലോ, ചരിത്രമാണല്ലോ യാത്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗ്യവാന്മാർ ഭയത്തെ നേരിടുന്ന രീതിയുണ്ട് കേട്ടോ. അവരിതിനെ എങ്ങനെയാണ് ഫിയറിനെ നേരിടുന്നതെന്ന്. ധൈര്യം എന്നാൽ ഭയമില്ലാത്ത അവസ്ഥയല്ല. ഭയമില്ലാത്ത അവസ്ഥയാണ് ധൈര്യം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല. പകരം ഭയം എല്ലാവർക്കും ഉണ്ട്. അത് ഫിയർ ഫാക്ടർ എല്ലാവർക്കും ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. വീഴുമെന്നുള്ള ഭയമുണ്ട്, ഇടിമിന്നലിനെ, പ്രകൃതി ശക്തികളെ നമുക്ക് ഭയമാണ്, അങ്ങനെ ദൈവഭയം, ഇതൊക്കെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഭാഗ്യമുള്ളവർ ആ ഭയത്തെ ഒരു ദിശാസൂചകമായിട്ട് കാണും. അവർക്കൊരു സൂചിയാണ്, അവർക്കൊരു ചൂണ്ടുപലക മാത്രമാണ്. ഭയത്തിന് നിങ്ങളെ തളച്ചിടാൻ അനുവാദം നൽകാതെ ഭയത്തോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ ശീലിക്കുന്നതാണ് ലക്ക് മൈൻഡ് സെറ്റ്. ഈ ലക്ക് മൈൻഡ് സെറ്റ് തന്നെ ഭയത്തിന്റെ കൂടെ അങ്ങ് ജീവിക്കും, ഭയത്തിനെ മാറ്റി നിർത്തിയിട്ടല്ല. അപ്പൊ ദ ലീഡേഴ്സ് എഡ്ജ് നോക്കാം എന്താണെന്ന്. നേതൃത്വപരമായ മേഖലകളിൽ റിസ്ക് എടുക്കാനുള്ള കഴിവ് നിർണായകമാണ്. നിശ്ചയദാർഢ്യം ഉണ്ടാവും. ഒരു പുതിയ ആശയം അവതരിപ്പിക്കാനോ പുതിയൊരു വിപണിയിലേക്ക് കടക്കാനോ ഉള്ള റിസ്ക് എടുക്കുന്ന നേതാവാണ് ടീമിന് ഭാഗ്യം കൊണ്ടുവരുന്നത്. പുതിയ ആശയം അവതരിപ്പിക്കും, പുതിയൊരു വിപണിയിലേക്ക് കടക്കാനുള്ള റിസ്ക് ഏറ്റെടുക്കും. അവരാണ് ടീമിന് ഭാഗ്യം കൊണ്ടുവരുന്നത്. ഏത് തരത്തിൽ സ്വാധീനിക്കും? റിസ്ക് എടുക്കുന്ന ഒരാൾക്ക് ചുറ്റും ഒരു പ്രത്യേക ആത്മവിശ്വാസത്തിന്റെ പ്രഭാവലയം ഉണ്ടാവും. ഈ റിസ്ക് ഏറ്റെടുക്കുന്ന ഒരാൾക്ക് ഈ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രഭാവലയം ഇങ്ങനെ ഉണ്ടാവും. ഒരു ആത്മവിശ്വാസം ഇങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റും. ഇത് മറ്റുള്ളവരിൽ വിശ്വാസം ജനിപ്പിക്കും. അയാളുടെ ആത്മവിശ്വാസം മറ്റുള്ളവരിൽ വിശ്വാസമായി മാറും. നിക്ഷേപകരെയും പങ്കാളികളെയും ഒക്കെ ഇയാൾ ആകർഷിക്കും, ഈ ആത്മവിശ്വാസം ഉള്ളവർ. അപ്പൊ ഇയാൾ ഭാഗ്യശാലിയെ എപ്പോഴും മാറും. അവന്റെ പേരിൽ നിക്ഷേപം നടത്താനോ അവന്റെ പേരിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനും ആളുകൾ എപ്പോഴും തയ്യാറാവും എന്നാണ്. റിസ്ക് എടുക്കാതിരിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ച് നോക്കാം. യാതൊരു റിസ്ക്കും എടുക്കാതിരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയും. ഒരു റിസ്ക് ഏറ്റെടുക്കണ്ട. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയും. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റത്തിനൊപ്പം നീങ്ങാനുള്ള റിസ്ക് എടുക്കാത്തവർ നിർഭാഗ്യവാന്മാരായി പിന്തള്ളപ്പെടും. ഈ റിസ്ക് എടുക്കാത്തവർ എന്നും അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. പരാജയ ഭയം കാരണം അവസരങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം ഭാഗ്യത്തെ കൊന്നു കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്.
പരാജയപ്പെടുന്നുള്ള ഭയം കാരണം ഒരു കാര്യം റിസ്ക് എടുക്കണ്ട, വെറുതെ എന്തിനാണ് അതിന് പുറപ്പെടണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടാൻ പോകുന്ന ഒരു അവസരത്തെയും അതിലൂടെ കിട്ടാൻ പോകുന്ന ഭാഗ്യത്തെയും നമ്മൾ കൊന്നു കളയുകയാണ്. ഒരു പൊന്മുട്ട ഇടുന്ന താറാവിനെ നമ്മൾ കൊല്ലുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നേരം ഭാഗ്യത്തെ കൊന്നുകളയാണ്, ഭാഗ്യത്തെ കൊന്നു കളയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം നോക്കുമ്പോൾ ഭാഗ്യം എന്നത് ധൈര്യത്തിന്റെ മറുപേരാണ്. ധൈര്യത്തിനൊരു മറ്റൊരു പേരുണ്ടെങ്കിൽ അതിന് ഭാഗ്യം എന്ന് പറയാം. ധൈര്യത്തിന് നിങ്ങളൊരു ചുവട് മുന്നോട്ട് വെക്കാൻ തയ്യാറായാൽ മാത്രമേ ഭാഗ്യം 10 ചുവട് നിങ്ങളിലേക്ക് അടുക്കുകയുള്ളൂ. നമ്മൾ ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ ധൈര്യം കാണിക്കുമ്പോൾ ഭാഗ്യം 10 ചുവട് നമ്മുടെ അടുത്തേക്ക് വരും എന്നാണ്. ഭയത്തെ നിങ്ങളുടെ ഉപദേശകനാക്കുക, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ യജമാനനാക്കരുത്. നമ്മളെ കീഴ്പ്പെടുത്താൻ അതിനെ അനുവദിക്കരുത്, പകരം നമ്മൾ അതിനെ അഡ്വൈസർ ആക്കുക ഭയത്തെ. ആ ഭയത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പാഠങ്ങൾ പഠിക്കാനുണ്ട്, എന്തെല്ലാം ലെസൺസ് നമുക്ക് കിട്ടും എന്ന് മാത്രമാണ് എപ്പോഴും ചെയ്യേണ്ടത്. വില്യം ജെയിംസിനെ കേട്ടിട്ടുണ്ടോ? വില്യം ജെയിംസ് എന്നൊരു മനുഷ്യൻ അമേരിക്കക്കാരനാണ്. വില്യം ജെയിംസ് പഠിക്കാൻ വളരെ മോശമായിരുന്നു. അതിന്റെ കഥ വളരെ ആവേശകരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പുസ്തകം ഒരാളുടെ ജീവിതം, ഒരു സെക്യൂരിറ്റിയുടെ ജീവിതം മാറ്റിമറിച്ചു എന്ന് പറഞ്ഞ പോലെ വില്യം ജെയിംസിന്റെ കാര്യം അതിനേക്കാൾ ലോകോത്തരമാണ്. വില്യം ജെയിംസ് പഠിക്കാൻ വളരെ മോശമായിരുന്നു. രോഗാവസ്ഥ ഉണ്ടായിരുന്നു, പല മാനസിക പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഠനത്തിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു, പലപ്പോഴായി ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. ധനാഢ്യനായ അച്ഛൻ, നിരവധി സമ്പത്തുള്ള വീട്, ജ്യേഷ്ഠനാണെങ്കിൽ വളരെ അറിയപ്പെടുന്ന ഒരു നോവലിസ്റ്റ്, അമേരിക്കയിലെ അറിയപ്പെടുന്ന നോവലിസ്റ്റാണ്. അങ്ങനെ കോളേജിൽ നിന്ന് മാറി മറ്റൊരു സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോയി, അവിടെയും പരാജയപ്പെട്ടു. അച്ഛൻ പറഞ്ഞു ഇനി ഒരു രക്ഷയുമില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആത്മഹത്യ അല്ലാതെ മറ്റു നിവൃത്തിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആമസോൺ കാടുകളിലേക്ക് പോകുന്ന ഒരു സംഘത്തോടൊപ്പം വീട്ടിൽ അറിയിക്കാതെ കോളേജിൽ നിന്നും അദ്ദേഹം യാത്ര പോയി. ഈ യാത്രക്കിടയിൽ ആമസോൺ കാട്ടിൽ പ്രവേശിച്ചു. തെക്കേ അമേരിക്കയിലെ ആമസോണിൽ പ്രവേശിച്ചു ഈ യാത്രാ സംഘം. ഇപ്പോഴല്ല, ഏതാണ്ട് ഒരു 100 വർഷത്തിന് മുകളിലുള്ള കഥയാണ് ഈ പറയുന്നത്, മുമ്പുള്ള കഥയായി പറയുന്നത്. ആ യാത്രക്കിടയിൽ വസൂരിയൊക്കെ കൊടികുത്തി വാഴുന്ന കാലത്താണ്. ഈ യാത്രക്കിടയിൽ വില്യത്തിന് വസൂരി വന്നു. വസൂരി പിടികൊട്ടിട്ട് ഈ സംഘം വസൂരി വന്ന വില്യം ജെയിംസിനെ വഴിയിൽ ഉപേക്ഷിച്ച് പോയി. കാരണം അല്ലെങ്കിൽ അവർക്കും കൂടെ അത് പറ്റും. അങ്ങനെ ഏതോ ഒരു വഴിയാത്രക്കാരന്റെ കരുണ കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ട് അദ്ദേഹത്തെ ഒരു വീട്ടിലെത്തിച്ച് ചെറിയ ചികിത്സകളൊക്കെ ചെയ്ത് അവർ അവിടെ നിന്ന് ഞാൻ ഇന്ന ആളാണെന്ന് അറിയിച്ച്, ഏതോ പിന്നീട് യാത്രാ സംഘത്തെ അറിയിച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അച്ഛൻ അറിഞ്ഞ് ആ അച്ഛൻ ഇവിടെ എത്തി വില്യത്തിനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, വില്യം ജെയിംസിനെ. അപ്പൊ നാട്ടിലെത്തിയ ശേഷം അദ്ദേഹം സുഖം പ്രാപിച്ചു. അപ്പൊ ഇനി അതാണ് ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ട, അച്ഛൻ കാര്യമായൊന്നും മകനെ ചീത്തയൊന്നും പറഞ്ഞില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നീ പുതിയ ഒരു കോളേജിൽ ചേരാൻ പറഞ്ഞ് ആ കോളേജിൽ ചേർന്ന് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഒരിക്കലും ഇതിനൊന്നും അർഹനല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. താൻ പഠിക്കാൻ ഒരിക്കലും യോഗ്യനല്ല, തനിക്ക് അതിനുള്ള യോഗ്യതയില്ല, മാനസിക ഇതില്ല, ഫിയർ ഫാക്ടർ ഗുരുതരമാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആ ദിവസം, അന്ന് രാത്രി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുസ്തകം കിട്ടി. ആ പുസ്തകം ഏതാണെന്ന് അറിയണ്ടേ? ഈ പുസ്തകം വായിച്ച ഈ വില്യം ജെയിംസ് പിന്നീട് ലോകത്ത് ആരായി തീർന്നു എന്ന് അറിയണ്ടേ? ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവന്നത് എന്ന് അറിയണ്ടേ?